ഒരു ഉഗ്രൻ പോട്ട് സെറ്റിംഗ് ആയാലോ ഇന്ന്. അത് മണ്ണില്ലാതെ നമുക്ക് ഒരു അടിപൊളി സെറ്റിംഗ് ചെയ്യാം കേട്ടോ. നല്ലൊരു ചെടിക്ക് വേണ്ടിയിട്ടുള്ള പോട്ട് സെറ്റിംഗ് ആണ് ചെയ്യണത്. തെർമോക്കോളാണ് കേട്ടോ അന്നത്തെ താരം. അപ്പോൾ ഏത് ചെടിയാണ് വെച്ചണ്ട, സിങ്കോണിയം ഞാൻ ഇത് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പറിച്ചു കൊടുക്കുന്ന സിങ്കോണിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും അത്യാവശ്യം കുറച്ച് സിങ്കോണിയ വെറൈറ്റീസൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുത്തെ പോരാഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പിന്നെയും പോയി പറിച്ച് കൊണ്ടുവരും കേട്ടോ. ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വീടാണേ. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ചെടിയൊക്കെ അവിടെ ഉണ്ടാവും, അവിടെ ഇല്ലാത്തതൊക്കെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിട്ടാണ് ചെടികൾ ഇങ്ങനെ നിലനിർത്തി പോരണ കേട്ടോ. അപ്പോൾ ഇത് തുളസി അവിടെ പോയപ്പോൾ നമ്മുടെ വീട്ടിൽ തുളസി കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തുളസി കണ്ടപ്പോൾ അത് ഞാൻ പറിച്ചു കൊടുന്നതാണേ. നല്ല മഞ്ഞ കളറ് പൂവുണ്ട, അത് ഞാൻ മേടിച്ചതാണേ. അപ്പോൾ അതാ ഇന്ന് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടുള്ള പോട്ട് സെറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. കല്ലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തെർമോക്കോളിലാണ് ഇട്ടാ പിടിച്ചിരിക്കുന്നത്. മറ്റേത് ഞാൻ ഇങ്ങനെ ചട്ടിയിൽ അടിയിലായിട്ട് കല്ലാണ്, വലിയ ഉരുളൻ കല്ലുകൾ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം, ടൈൽസിൻ്റെ കഷ്ണമൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തെർമോക്കോളുമേലാണ് കയറി പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തെർമോക്കോൾ അത്യാവശ്യത്തിനുണ്ട്, പിന്നെ അതൊരു ഉപയോഗമാവും. നമുക്ക് കരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, വേസ്റ്റിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചട്ടിയുടെ അടിയിൽ ഇട്ട് കൊടുത്താൽ നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിക്കിട്ടത്, തക്കാളിയുടെ തൈയൊക്കെ ചെറുതായിട്ട് പിടിച്ച് വരുന്നുണ്ട്, വെണ്ടയുടെ തൈയും പിടിച്ച് വരുന്നുണ്ട്. പിന്നെ തക്കാളി വിത്തിട്ടുണ്ടായിരുന്നത് അത് ഉറുമ്പ് തിന്നിട്ടോ. അപ്പോൾ അതിന് വേറൊരു മാർഗം കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ അല്ലെങ്കിൽ എന്താ പറയുക, ചാരം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വിത്തിടാന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഇട്ടിട്ട് മുളപ്പിച്ച് നോക്കട്ടെ. തക്കാളി തൈ എത്ര ചെയ്തിട്ട് ശരിയാവില്ല. അപ്പോൾ നമ്മൾ കരിയില അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. നമ്മുടെ വീട്ടിലെ മാവിൻ്റെ മുകളിൽ ഇപ്പോൾ കരിയില അത്യാവശ്യത്തിനൊന്നുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് ചെടിയുണ്ട്. ഇതിനൊക്കെ കരിയില വേണമെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കൊണ്ടുവരാണ്ട് ഒരു രക്ഷയില്ല. അപ്പുറത്തെ വീട്ടിലാണ് ഇഷ്ടം പോലെ കരിയിലുണ്ട്. അപ്പുറത്തെ വീട്ടിലുമുണ്ട്, ചേച്ചിയുടെ വീട്ടിലുമുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട് തച്ചപ്പള്ളിയിൽ പോയിട്ട് ഒരു 2 ചാക്ക് കരിയില എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചാക്ക് ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കരിയില കമ്പോസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു ചാക്ക് നിറച്ചു ഞാൻ ഇതാ ഇങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിക്കുക. നമ്മുടെ കയ്യിൽ മണ്ണും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഈ കരിയില തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചട്ടിയിൽ നിറച്ചിട്ട് ഇനി പോട്ട് മിക്സ് ഒരു പോട്ട് മിക്സ് 10 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ പോട്ട് മിക്സ്. അതൊക്കെ അതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കരിയില മേലിൽ എന്തായാലും ഇത്തിരി മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇച്ചിരി അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് കുറച്ചേ ഇട്ടിട്ടുള്ളേ. അപ്പോൾ കരിയില ഇങ്ങനെ ഇല കാണാത്ത വിധത്തിൽ കുറച്ച് പോട്ട് മിക്സ് അതിൻ്റെ മേലെ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലകത്തുണ്ടായിരുന്ന സിങ്കോണിയം, അകത്താണ് ഞാൻ സിങ്കോണിയം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മറ്റേ പൂപ്പലൊക്കെ വന്നിട്ട് ഫംഗസ് വന്നപ്പോൾ ഞാൻ അതിന് മരുന്നൊക്കെ തെളിച്ച് കൊടുത്തിട്ട് ഇനി റിപ്പോർട്ടിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടാ. പിന്നെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ സിങ്കോണിയം ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതും എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. എനിക്കിതുപോലത്തെ വലിയ ചട്ടി മേടിച്ചിട്ട് എല്ലാം ഒന്ന് നല്ല അടിപൊളിയായിട്ട് ബുഷിയായിട്ട് സിങ്കോണിയം വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഞാൻ പ്ലാൻ ഇട്ടിട്ടിരിക്കണത്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇതുപോലെ പലകെട്ടിട്ടിരുന്നിട്ടാണ് ഞാൻ ചെടി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ എടുക്കുന്ന ആ ഒരു മെഷല്ലേ, പിന്നെ അത് ഇവിടെ പണിക്കാരുണ്ട്. ഉമ്മാടെ റൂമിൽ അലമാരി പണിയുന്നുണ്ട്. അപ്പോൾ അതിന് പണിക്കാരുള്ള കാരണം അവിടെ ഇങ്ങനെ ഇട്ടിട്ടാണ് കട്ടിയൊക്കെ ചെയ്യുക. അപ്പം ഇന്ന് പണിക്കാരില്ലാത്ത കാരണം ഞാൻ നമ്മുടെ ഈ പണിക്കിരുന്നത് കേട്ടോ പുറത്ത്. അപ്പോൾ നല്ല വൈകുന്നേരം ആയപ്പോഴാണ് ഇരിക്കണത്. അത്യാവശ്യം നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ. കൊതുകിൻ്റെ മേളമായിരിക്കും. അപ്പോൾ ഒരു വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഞാനിത് സെറ്റ് ചെയ്യാനിരിക്കുന്നത്. അത്യാവശ്യം 5 വെറൈറ്റി എന്തുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട് സിങ്കോണിയം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചിങ്ങനെ കുറവ് വന്നതാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് തൈകൾ എടുത്തു കൊടുത്തിട്ട് അത് ഞാൻ പിന്നെയും കൊടുന്ന് വെച്ചിട്ട് അത് വീണ്ടും പോയി എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും നടാത്ത കാരണം. ഇനിയിപ്പോൾ ചേച്ചി ഇപ്പോൾ അവിടെ നോക്കിയപ്പോൾ ചേച്ചിയുടെ വീട്ടിലില്ല. ഇനി എന്നാ വരികയാണാവും. എന്നിട്ട് അവിടെ പോയിട്ട് ഇനിയും തൈകൾ പറിച്ചു കൊടുത്തിട്ട് ചട്ടിയിൽ പിടിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു
ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ 2-3 തൈകൾ നടാനുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അകത്തുനിന്ന് സിങ്കോണി എടുത്തപ്പോൾ അത്യാവശ്യം 2-3 തൈകൾ ഒരു ചട്ടിയിൽ നടാന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനതെല്ലാം പിച്ചിപ്പറിക്കണേട്ടാ. എങ്ങനെ ഈ സിങ്കോണി എന്നൊക്കെ പറഞ്ഞാൽ വേര് തണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാനും ഒക്കെ പറ്റിയ വേര് ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ നടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഇതിൽ തന്നെ 2-3 തൈകൾ എനിക്ക് മാറ്റി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോരോ വെറൈറ്റികൾ ഇങ്ങനെ വെക്കണത്. സിങ്കോണി ഫസ്റ്റ് ഞാൻ മേടിക്കുക ചെയ്തത് മണ്ണുത്തിന്ന്. അത് ഇപ്പോഴൊന്നല്ല, 3-4 വർഷങ്ങൾക്ക് മുന്നേ സിങ്കോണിയ മണ്ണുത്തിയിൽ പോയിട്ട് 2 വെറൈറ്റി സിങ്കോണിയ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മണ്ണുത്തിന്ന്. പിന്നെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ കാണുമ്പോൾ ചോദിച്ച് മേടിച്ചിട്ടൊക്കെ നമ്മൾ സിങ്കോണിയത്തിൻ്റെ കളക്ഷൻ അങ്ങോട്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വലിയ ചട്ടിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഓരോന്ന് അങ്ങോട്ട് നമ്മൾ അകത്തേക്ക് മാറ്റുമ്പോൾ വേറെ ചട്ടിയിലേക്കാക്കും, പിന്നെ അങ്ങോട്ടും മാറ്റും ഇങ്ങോട്ടും മാറ്റും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിങ്കോണിയം നല്ല രസമായിട്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ചെറിയൊരു ഇലകളായിട്ടുള്ള സിങ്കോണി കേട്ടോ. അപ്പം അത് പിന്നെ ഞാനിപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് ഫുള്ള് പറിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു 4 തൈകളായിട്ടുണ്ട് ഈ സിങ്കോണിയം. അപ്പോൾ എല്ലാം ഞാനൊരു ചട്ടിയിൽ ഓരോ വെറൈറ്റി ഓരോ ചട്ടിയിൽ തന്നെയാണ് നടന്നത്. ഇനി പിടിച്ച് വന്നിട്ട് ഇനി വേറെ ചട്ടികളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ റിപ്പോർട്ടിങ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിടിച്ച് വരുമ്പോൾ ഓരോരോ ചട്ടികൾക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഭാവിയിലേക്ക് ഒരു നഴ്സറി തുടങ്ങാനുള്ള പ്ലാനൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കണം നല്ലതല്ലേ. ഞാൻ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അങ്ങനെ ഓരോന്ന് നട്ടുപിടിപ്പിച്ചെടുക്കുക കേട്ടോ ചെടികളും. പിന്നെ ഇത് റോസ് കളറിലുള്ള സിങ്കോണിയം, റോസും പച്ചയും കളറിലെ അതാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പിന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കൊടുന്ന് വെച്ചാലും പിന്നെയും പോകും. എന്ന് വെച്ചാൽ 2 നല്ല ചട്ടിയിൽ അടിപൊളിയായിട്ട് നിന്ന സിങ്കോണിയായിരുന്നു ഈ റോസ് കളറിട്ടാൽ. പക്ഷെ അത് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി എന്തുകൊണ്ട് ചെയ്തത്, അത് മാറ്റി എന്തുകൊണ്ട് ചെയ്തു, നല്ല ഭംഗിയിൽ നിന്നായിരുന്നതാ. അതിൻ്റെ ദേഷ്യത്തിന് എന്താണാവുക, അപ്പോൾ എത്ര റെഡിയാക്കി വെച്ചാലും ഉണ്ടാവില്ല. പിന്നെ ഇതായി ചെറിയ ഇലയായിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളറ്, നല്ല ഭംഗി, നടുവിൽ കൂടെ വെള്ള കളറായിട്ട് പോയിട്ടുള്ള സിങ്കോണിയം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിങ്ങനെ പടർത്തിയെടുക്കാനും പറ്റും, മണി പ്ലാന്റിൻ്റെ പോലെ നല്ല ഭംഗിയായിട്ട് പടർത്താനും പറ്റും കേട്ടോ. ഈ സിങ്കോണിയം എല്ലാതും അങ്ങനെ പടർത്തിയെടുക്കാനൊക്കെ പറ്റും. നമ്മൾ ഇങ്ങനെ നടുവിലൊരു വടിയൊക്കെ വെച്ച് കയറൊക്കെ കെട്ടിക്കൊടുത്ത് നന്നായി കെട്ടിക്കൊടുത്താൽ ഇത് നല്ല ഭംഗിയിൽ വരും കേട്ടോ. ഇനി ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നൊരു ചെടിയാണ് കാണിക്കാൻ പോകുന്നത്, പീസ് ലില്ലി. ഇത് ഞാൻ ഒരുപാട് കാലമായി ഞാൻ ഈ പീസ് ലില്ലി എങ്ങനെ കിട്ടും, എവിടെ നിന്ന് മേടിക്കാം, ഇനി നഴ്സറി പോകുമ്പോൾ മേടിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് ചെടി കൊണ്ടുവന്ന് തരുന്ന ഒരു താത്താനെ പറ്റി പറഞ്ഞില്ലേ, അവരെനിക്ക് ഇതിൻ്റെ പീസ് ലില്ലിയുടെ 2 തൈകൾ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതേപോലെ തെർമോക്കോളിട്ട് പിന്നെ ചവറിട്ട് ചകിരിയിട്ട് പിന്നെ കുറച്ച് മണ്ണും മേലെ തൂവിയിട്ട് അതിലാണ് ഈ പീസ് ലില്ലി നടുന്നത്. പീസ് ലില്ലി ഞാൻ കുറേ ദിവസമായി എനിക്ക് അകത്ത് പീസ് ലില്ലി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെന്തോ ചെറിയ ഓട്ടമൊക്കെ ഉണ്ട്. ഇനി നല്ല തൈകൾ ഇതിൽ കിളിർത്ത് വരണം. അപ്പോൾ അതുവരെ ഞാൻ പുറത്ത് വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുറത്തെന്ന് വെച്ചാൽ വെയിലൊന്നും കൊള്ളാത്ത രീതിയിലാണ് പീസ് ലില്ലി വെക്കണത്, നമ്മൾ ഷീറ്റിട്ട് അതിൻ്റെ താഴെ. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി അഗ്ലോണിമയാണ്, പിന്നെ പീസ് ലില്ലിയാണ് കേട്ടോ. അത് പിന്നെ സിങ്കോണിയം. അപ്പോൾ പീസ് ലില്ലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നല്ലാണ്ട് എൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു കോർണറിൽ റൂമിൻ്റെ അല്ല, നമ്മുടെ കാർ ഷെഡിൻ്റെ ഒരു ചെറിയൊരു കോർണറാണ്. റൂമിൻ്റെ ജനലിനോട് ചേർന്നിട്ടാണ് ഈ കോർണർ വരുന്നത്. ഉമ്മയുടെ റൂമിൻ്റെ ജനലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ചെറിയൊരു സെറ്റിങ് ഇട്ട. കാറിൻ്റെ ടയർ നമ്മൾ മാറ്റിയപ്പോൾ ഞാനത് കൊടുക്കണ്ട, അവിടെ ഇട്ട് പോരണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഇവിടെ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ അതിൽ ഫിലോഡ്രൻ്റ് നട്ടത്. അപ്പോൾ അതാ മട റൂമിൽ അലമാരയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പണി നടക്കണ കാരണം ചെടികളൊക്കെ പൊടി കയറിയിട്ട് ഈ മൾട്ടിവുഡ് കട്ട് ചെയ്യണ പൊടിയൊക്കെ കയറിയിട്ട് ആകെ ഇതായിട്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്തെടുക്കണേ.